Hi, good morning to all. Today I focused on another topic, word stress. Word stress is defined as varying degree of force or emphasis with which sounds are produced. Once again, defined as varying degree of force or emphasis with which sounds are produced. Page number 24. നമ്മൾ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വേർഡ്സ് ഫോണീമും നമ്മൾ ഒരുപോലെയല്ല സ്ട്രെസ് ചെയ്യുക. അതിനാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫോഴ്സ് ആണ്. നമ്മൾ ആ ഊന്നൽ കൊടുക്കുന്നില്ലേ, ഇപ്പം എക്സാമിനേഷൻ എന്നുള്ളതിൽ എല്ലാ വേർഡും ഒരുപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, എല്ലാ ഫോണീമും. അപ്പം എന്താണ് വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് വോയിസ് ഓർ എംഫസൈസ് വിത്ത് വിച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്. നമ്മൾ ഓരോ ഫോണീമിനും കൊടുക്കുന്ന ഫോണീം നമ്മൾ പറയുന്ന സിലേബിൾ, ഓരോ സിലേബിളിനും കൊടുക്കുന്ന വോയിസ് വ്യത്യസ്തമാണ്. അത് ആ ഡിഫറെൻറ്റ് വേരിയേഷനാണ്. വാരിയൻ ഡിഗ്രി ഓഫ് വോയിസിനെയാണ് നമ്മളെന്ത് വിളിക്കുക? വേർഡ് സ്ട്രെസ് എന്ന് വിളിക്കുക. വാരിയൻ ഡിഗ്രി ഓഫ് വോയിസ് ഓർ എംഫസൈസ്, ഊന്നൽ കൊടുക്കുക അല്ലെങ്കിൽ ആ ശക്തി, വിത്ത് വിച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓരോ സൗണ്ടും ഓരോ സിലേബിളും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് എംഫസൈസ് വാരിയിങ് ആണ്. ആ ഡിഗ്രി ഓഫ് എംഫസൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, all phonemes in English words are not spoken with the same degree of force or stressing plays a significant role in deciding the grammatical category and semantic content of any word in English. All phonemes in English words are not spoken with the same degree of force. എല്ലാ ഫോണീമിനെയും നമ്മൾ ഒരുപോലെയല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിഗ്രി സ്ട്രെസ്സിങ് പ്ലേസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിസൈഡിങ് ഗ്രാമാറ്റിക്കൽ കാറ്റഗറി. ഗ്രാമാറ്റിക്കൽ കാറ്റഗറി പറയുമ്പോൾ നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, ടെൻസ്, ഇതിനൊക്കെയാണ് ഗ്രാമാറ്റിക്കൽ കാറ്റഗറി. സെമാൻറ്റിക് കാറ്റഗറിയാണ് സ്റ്റഡി ഓഫ് മീനിങ്ങിനെയാണ്. അപ്പം ഗ്രാമാറ്റിക്കൽ കാറ്റഗറി എടുക്കുകയാണെങ്കിലും സെമാൻറ്റിക് കാറ്റഗറി എടുക്കുകയാണെങ്കിലും എന്താണ്? വേർഡ് സ്ട്രെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എല്ലാ ഫോണീംസും എല്ലാ സിലബിൾസും നമ്മൾ ഒരുപോലെയല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വേർഡ് ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസ് എന്നുള്ള വേർഡിന് നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ സ്ട്രെസ്സ് വരെ ഫസ്റ്റിലാണ്, പേൻ്റെ അവിടെയാണ്, പ്രൊഡ്യൂസ്. ഇനി അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രൊഡ്യൂസ്, ആ ഡീൻ്റെ അടുത്താണ് സ്ട്രെസ് വരിക. ഓക്കെ, അപ്പം വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഫോഴ്സ് വിത്ത് വിച്ച് എ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെ പറഞ്ഞാലും കറക്റ്റാണ്. വാരിയിങ് ഡിഗ്രി ഓഫ് ഫോഴ്സ് വിത്ത് വിച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, എല്ലാ സൗണ്ടുകളും എല്ലാ ഫോണീംസും ഒരുപോലെയല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. Syllable, if incorrectly stressed, can be misunderstanding between speakers and be barrier to effective communication. ഇപ്പോൾ സിലബിൾസിനെ നമ്മൾ ഇൻകറക്റ്റായിട്ട് സ്ട്രെസ് ചെയ്താൽ ചിലപ്പം അത് നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളണം എന്നില്ല, അല്ലെങ്കിൽ ഇൻകറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആവും അത് എന്ന് പറയാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ് സ്ട്രെസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സ്ട്രെസ് ആൻഡ് സെക്കൻഡറി സ്ട്രെസ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറില്ല, പക്ഷേ സ്ട്രെസ് മാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ രണ്ടും അറിയണം. പ്രൈമറി സ്ട്രെസ്, സെക്കൻഡറി സ്ട്രെസ്. പ്രൈമറി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്ട്രെസ്ഡ് വേർഡിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രെസ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന വേർഡിന്. ഓക്കെ, സെക്കൻഡറി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മോർ സ്ട്രെസ്ഡ് വേർഡ്. ഇപ്പം ഒരു വേർഡിൽ തന്നെ ഇപ്പം കുറേ 5 വവൽസ് ഉണ്ടെങ്കിൽ 5 സിലബിൾസ് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ ആ വേർഡിൽ. അങ്ങനത്തെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ എന്നുള്ള വേർഡൊക്കെ ആണെങ്കിൽ അതിൽ എല്ലാ വേർഡ്സിനും നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യില്ല, എല്ലാ സിലബിൾസിനും ഒരുപോലെ സ്ട്രെസ് കൊടുക്കില്ല. അപ്പോൾ പ്രൈമറി സ്ട്രെസ് എന്നാൽ ഏറ്റവും മോസ്റ്റ് സ്ട്രെസ്ഡ് വേർഡിനാണ് നമ്മൾ പ്രൈമറി സ്ട്രെസ് എന്ന് വിളിക്കാം. സെക്കൻഡറി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിൽ മോർ സ്ട്രെസ്ഡ് വേർഡാണ്, സൗണ്ടാണെങ്കിൽ സിലബിളാണ്, ഫോണീമാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാറില്ല, പക്ഷേ പ്രൈമറി സ്ട്രെസ്സും സെക്കൻഡറി സ്ട്രെസ്സും എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. പ്രൈമറി സ്ട്രെസ് മാർക്ക്ഡ് വിത്ത് എ വെർട്ടിക്കൽ ബാർ ഓർ ലൈൻ സൂപ്പർസ്ക്രിപ്റ്റഡ് ദ സിലബിൾസ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എബോവ് ദി സിലബിൾ. ഇപ്പം ഒരു വര, കുത്തനൊരു വര ഇട്ട് കൊടുക്കുക. എവിടെയാണ്? ഏത് സിലബിളിൻ്റെ മേലെയാണ്, ഏത് സിലബിളാണ് ഫസ്റ്റ് പ്രൈമറി സ്ട്രെസ് കൊടുക്കേണ്ട സിലബിൾ നോക്കുക. അതിന് കുറേ റൂൾസ് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ആ സിലബിളിൻ്റെ മേലെ ഒരു വരട്ട് കൊടുത്താൽ അത് പ്രൈമറി സ്ട്രെസ് ആവും. ഒന്നുകൂടെ പറയാണ്, ഇതിൻ്റെ റൂൾസ് 5-6 റൂൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിലേ പറയാൻ പറ്റുള്ളൂ. ക്ലാസിഫിക്കേഷൻ പ്രൈമറി സ്ട്രെസ്സും സെക്കൻഡറി സ്ട്രെസ്സും ഉണ്ട്. പ്രൈമറി സ്ട്രെസ്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ഒരു
പെർട്ടിക്കുലർ സിലബിൾ ഉണ്ടാവുമല്ലോ, ഏത് സിലബിളിൻ്റെ മേലെയാണോ നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മേലെ ഒരു വര ഇടുക, ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കുത്തനെ ഒരു വര ഇടുന്നതിനാണ് നമ്മൾ വെർട്ടിക്കൽ ബാർ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ മേലെയാണ് ഇടുക. പ്രൈമറി സ്ട്രെസ് എന്താണ് ഫോണീമിൻ്റെ അല്ലെങ്കിൽ സിലബിളിൻ്റെ മേലെയാണ് ഇടുക. പക്ഷേ സെക്കൻഡറി സ്ട്രെസ്സോ മാർക്ക്ഡ് വിത്ത് എ വെർട്ടിക്കൽ ബാർ ഓർ ലൈൻ ബിലോ ദി സിലബിളിൻ്റെ താഴെയാണ് ഇടുക. ഓക്കെ, ഓർത്തു വെക്കണം. സ്ട്രെസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇതല്ല ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് ഇതെങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. പ്രൈമറി സ്ട്രെസ് എന്താ പറയുക സിലബിളിൻ്റെ മേലെ ഒരു വര ഇടുക, സെക്കൻഡറി സ്ട്രെസ് ആകുമ്പം താഴെ ഒരു വര ഇടുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ വരും. അതിന് റൂൾസും റെഗുലേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. നിങ്ങൾ ഫോണീമും സിലബിളും തമ്മിൽ മാറാൻ പാടില്ല. ഫോണീം എന്ന് പറഞ്ഞാൽ മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞത്. അത് എന്താ ഏറ്റവും സൗണ്ടിൻ്റെ ഏറ്റവും മിനിമം ബ് ഈ സൗണ്ടിനെയാണ് നമ്മൾ ഫോണീം എന്ന് വിളിക്കുക. സിലബിൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമ്മൾ ഒരു വേർഡാവാം അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ പാട്ടാവാം, അതിലെന്ത് വേണം, ഒരു വവൽ സൗണ്ട് ഉണ്ടാവണം. മറ്റ് രണ്ടും ഓപ്ഷണലാണ്, കോൺസണൻറ്റ് സൗണ്ട് ഓപ്ഷണലാണ്. പക്ഷേ അപ്പം ഒരു വേർഡിൽ എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കിയാൽ നമുക്ക് എത്ര സിലബിൾ ഉണ്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, വേർഡ് സ്ട്രെസ്സാണ്. വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വാരിയിങ് ഡിഗ്രി ഓഫ് ഫോഴ്സ് വിത്ത് വിച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓരോ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാ സിലബിളിനെയും എല്ലാ ഫോണീമിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപോലെ സ്ട്രെസ് ഇമ്പോർട്ടൻസ് കൊടുക്കൂല, ഊന്നൽ കൊടുക്കൂല. ആ ഊന്നൽ കൊടുക്കുന്നതിലുള്ള വേരിയേഷനെയാണ് നമ്മൾ വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ ചോദിക്കണം, മറക്കരുത്. ഇത് നിങ്ങളെ കാണാണ്ട് പഠിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളെന്ത് പറയും, ക്ലാസിഫിക്കേഷൻ ഓഫ് അതിൻ്റെ ഒരു റൂൾസ് പറയും. ഒരു 5 റൂൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ റൂൾസിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.